ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു ലോങ് വീഡിയോ ആണ്, കുറേ യൂസ്ഫുൾ ടിപ്സും പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം കണ്ടു നോക്കുക, കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അധിക ദിവസം രാവിലെ ഞാൻ എണീക്കുമ്പം എണീക്കും കേട്ടോ. ഞാനിങ്ങനെ ഡോർ തുറക്കുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഓനിങ്ങനെ എണീറ്റ് ബെഡിലിരിക്കും. പിന്നെ ഓനൊന്ന് ഉറക്കിയതിന് ശേഷമാണ് ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കടലയും പുട്ടുമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പുട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവിയെടുക്കുകയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്ന സമയം തന്നെ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അമ്മ ഇതാ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് മത്തിയാണ് കേട്ടോ ഉള്ളത്. പിന്നെ പുട്ടിൻ്റെ പൊടിയൊക്കെ അമ്മ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി അത് ചുടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ചിലപ്പോഴൊക്കെ അമ്മ ഇവിടെ അരി പൊടിച്ചിട്ട് അതുകൊണ്ട് പുട്ടുണ്ടാക്കലുണ്ട്. അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മളെ ഈ ഒരു പഴയൊരു ടേസ്റ്റ് തോന്നും. പക്ഷേ അതിനേക്കാളൊരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക ഈ ഒരു പുട്ടാണ് കേട്ടോ. ചിലർക്കൊക്കെ ഇതാവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവില്ലേ. ഇനി കടലക്കറിക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഞാൻ. അമ്മ ആ സമയത്ത് ചോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ അടുപ്പത്താണ് കേട്ടോ നമ്മൾ ചോറ് വെക്കലുള്ളത്. അപ്പം എനിക്ക് അടുപ്പിൻ്റെ ടെക്നിക്സ് ഒന്നും വല്ലാതെ അറിയില്ല. അപ്പം അമ്മ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. അടുപ്പ് എത്തിച്ചിട്ട് പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡിൽ ഇതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ്. ഇവിടെ അമ്മ കടലക്കറി ഉണ്ടാക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം കടല വേവിക്കും, കുക്കറിലിട്ടിട്ട് വേവിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ട് അത് രണ്ടും കൂടെ മിക്സ് ആക്കാണ് കേട്ടോ ചെയ്യൽ. എൻ്റെ വീട്ടിലൊക്കെ ആദ്യം മസാല വാട്ടിയിട്ട് പിന്നെ കടലിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യൽ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നതും അങ്ങനെ ഉണ്ടാക്കുന്നതും രണ്ട് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, രണ്ടും വേറെ തന്നെ ടേസ്റ്റാണ്. എല്ലാവർക്കും രാവിലെ തന്നെ പോകാനുള്ളത് കൊണ്ട് എണീറ്റിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിനി കടലേക്കുള്ള മസാല ആക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ആക്കൽ. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കും. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമ്മൾ ഒരളവിൽ അങ്ങോട്ട് എടുക്കുന്നതാണ്. എന്നിട്ട് അതൊന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ പിന്നെ ഉള്ളി മുറിച്ചതും പച്ചമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കും. ഇവിടെ എല്ലാവർക്കും എരിവ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കറികളൊക്കെ എൻ്റെ വീട്ടിലേത് വെച്ച് നോക്കുമ്പം എരിവ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഫസ്റ്റിലൊക്കെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഓർമ്മയില്ലാതെ കുറേ കറി വയ്ക്കും. എന്നിട്ട് പിന്നെ എരിഞ്ഞിങ്ങനെ കുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ ഇപ്പം എനിക്ക് ലെവലായി. ഇപ്പോൾ ഞാൻ കുറച്ച് കറി മാത്രമേ എടുക്കുള്ളൂ, എന്നാൽ പിന്നെ എരിവ് ബാലൻസ് ആയിട്ട് പോവും. അങ്ങനെ ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി അത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്തിരി ഗരം മസാലയും കൂടെ ഇട്ടീനു കേട്ടോ. ഇത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കുക. ഉപ്പും നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം കൂടെ വാട്ടിയെടുത്തിട്ട് പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക. ആ ഒരു മസാലേൻ്റെ ഒക്കെ ഒരു പച്ചമണം പോവുമല്ലോ, ആ സമയത്ത് വേണം തക്കാളി ചേർക്കാൻ. പിന്നെ നമുക്ക് ഇലകൾ ഇട്ട് കൊടുക്കുക. കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ കുറവുള്ള പോലെ തോന്നിയോണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തേന് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തേന്. പിന്നെ ഈ പുട്ടിൻ്റെ തേങ്ങ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഇതിൽക്കായിട്ട് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 2 പിടി തേങ്ങയാണ് ഇട്ടത്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊരു 2 സ്പൂണ് കടലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലിട്ടിട്ട് അടിക്കുന്ന സമയത്ത് കറി നല്ല കൊഴുപ്പുള്ള പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇടയിലിടയിലായിട്ട് പുട്ടിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അങ്ങനെ ഇപ്പോൾ ഞാൻ മസാല അടിച്ചെടുത്താണ്. ഇനി നമുക്ക് അത് ഈ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കടല വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതുള്ളതുകൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ അരപ്പും കൂടെ ഇതിൽക്കിട്ടിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത്ര പണിയുള്ളൂ. സിമ്പിളാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നോ എണീറ്റ് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഓനക്ക് വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് വേവിച്ച് വെക്കാണ് കേട്ടോ. ഇവനക്ക് രാവിലെയൊക്കെ ഇതേപോലത്തെ പ്യൂരി ഐറ്റംസൊക്കെ കഴിക്കാനാണ് ഇപ്പോഴും താല്പര്യം. പിന്നെ ഞാനങ്ങനെ നിർബന്ധിക്കലില്ല. ഓൻ എന്താ കഴിക്കണമെന്ന് വെച്ചാൽ അത് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം പരിചയപ്പെടുത്തി തരാം. ഇത് എവറീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസാണ് കേട്ടോ. ഈ പാക്കറ്റ് കണ്ടാൽ തന്നെ അറിയാമല്ലോ, കഴിഞ്ഞിട്ടുണ്ട്. 10 പീസ് വരുന്നതേനു. അതിലിനിയിപ്പോൾ ഒരു 3-4 പീസേ ബാക്കിയുള്ളൂ. ഇത് 2 പാക്കറ്റ് വരുന്ന ഒരു സെറ്റായിട്ടാണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അങ്ങനെ ടോട്ടൽ 20 പീസസ് ഉണ്ടായിനി. നല്ല കംഫർട്ടബിളാണ്. നമ്മൾ പാഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിന് 360 ഡിഗ്രി ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കുട്ടികളുടെ ഡയപ്പർ പോലെയാണ് കാണാൻ. മാത്രമല്ല നല്ലോണം ഇങ്ങനെ സ്ട്രെച്ച് ആവുകയും ചെയ്യും. ഇത് മീഡിയം ടു ലാർജിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലോണം സ്ട്രെച്ച് ആവുന്നുണ്ട് അത്. ഇത് നമ്മൾ റെഗുലർ പീരിയഡ്സിന് മാത്രമല്ല, ഇപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഹെവി ഫ്ലോ ഉള്ളവരുണ്ടാവുമല്ലോ, അവർക്കും ഇത് യൂസ് ആക്കാനായിട്ട് പറ്റും. ഈ മെറ്റേണിറ്റി പാഡ്സിനൊക്കെ പകരം ഇതുപോലത്തെ പാൻറ്റീസ് വാങ്ങിച്ചാൽ മതി. നല്ല സുഖമാണ്. അപ്പോൾ ഇനി ഇത് എത്രത്തോളം ലിക്വിഡ് പിടിച്ച് നിൽക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതേപോലെ തന്നെ ഡ്രൈ ആക്കി നിർത്തുമെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതാ കുറച്ച് ലിക്വിഡ് ഇതിൽക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരിത്തിരി സമയം, ഒരു എന്താ പറയുക, കുറച്ച് സെക്കൻഡ്സ് മാത്രം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അബ്സോർബ് ആവുമോ എന്നുള്ളത് അറിയാൻ. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളുടെ ഡയപ്പറൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടെക്നിക്ക് തന്നെയാണ് ഇതിൽ യൂസ് ആക്കിയിട്ടുള്ളത് തോന്നുന്നുണ്ട്. നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം താഴെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. നല്ല സാധനമാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നോ എണീറ്റിട്ടുണ്ട്. ഇവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഓൻ്റെ കൂടെ അങ്ങനെ കളിക്കണം കേട്ടോ. എന്നാലേ മൂഡൊന്ന് ശരിയായിട്ട് വരുള്ളൂ. ചില ദിവസം നല്ല സന്തോഷത്തിൽ എണീറ്റ് വരും, ചിലപ്പോൾ ഇതാ ഇങ്ങനെ കരച്ചിലുമാണ്. അപ്പോൾ ഞാൻ ഓനെ എടുത്തിട്ടൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ വീട്ടിൽ കോഴിക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഓന് കോഴിക്കൊക്കെ ഇങ്ങനെ അരിയിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്, ഇങ്ങനെ പുറത്തിറങ്ങാനും ഓരോന്ന് ചെയ്യാനും ഒക്കെ. പിന്നെ ഞാൻ അധികം ഈ ഒരു രാവിലത്തെ സമയം കഴിയുന്നതും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ പെമ്മൊക്കെ ആയിട്ട് ഇവനെ പുറത്തിറക്കലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വിറ്റാമിൻ ഡി ഭയങ്കര എസെൻഷ്യലാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് പുറത്തിറക്കലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചായ അടിച്ച് പോകുന്നുണ്ടേനു. പിന്നെ ഞാനും ഇതാ പുട്ടും കടലൊക്കെ എടുത്തിട്ട് ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് മേലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ പെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. ഇത് ഭയങ്കര ഒരു പണിയാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇതേപോലെ തന്നെ കുറേ പെട്ടിയും സാധനങ്ങളൊക്കെ ഒതുക്കാനുണ്ടാവും. ഇവിടെ വന്നാലും ഇതേപോലെ തന്നെ. അപ്പോൾ ഞാനതൊക്കെ ഒന്നിങ്ങനെ മാറ്റി വെക്കാണ് കേട്ടോ. ഈ കെട്ടി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അത് ഇങ്ങനെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അധികം കേടുവരാത്ത ഡ്രസ്സുകൾ ഞാനിങ്ങനെ കെട്ടിയിട്ട് മാറ്റി വെക്കും. എന്നിട്ടത് എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മൂത്തമ്മനെ ഏൽപ്പിക്കും. മൂത്തമ്മ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ ആ കട്ടിൻ്റെ അടിയിൽ കുറേ സാധനം ഉണ്ടായിരുന്നു. കുറേ നോ കൊണ്ടുപോയിടുന്നതും പിന്നെ എനിക്കിങ്ങനെ കൊറിയർ വരുന്നതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നതും അങ്ങനെയായിട്ട് കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ എനിക്ക് കമൻസിലായിട്ടും ഇൻസ്റ്റഗ്രാമിലായിട്ടൊക്കെ മെസ്സേജ് വരലുണ്ട്, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് വേണ്ടാത്തതുണ്ടെങ്കിൽ തരുമോ, കുട്ടീൻ്റെ ഡ്രസ്സ് വേണ്ടാത്തതുണ്ടെങ്കിൽ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു നല്ലത് വേണ്ട അയച്ചു കൊടുക്കാൻ. പിന്നെ ആ ഒരു രീതിക്ക് പാക്ക് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്ത ഡ്രസ്സസ് ഇങ്ങനെ അയച്ചൊന്നും തരാത്തത്. പിന്നെ നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അനീസ്ഖാൻ്റെ ഷോപ്പിൽ വെച്ചിട്ടോ അങ്ങനെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അതാകുമ്പോൾ പിന്നെയും എനിക്കും ഈസി ആവും കൊടുത്തയക്കാനും ഒക്കെ.
പിന്നെ ക്ലീനിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നോവും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഓനക്ക് നമ്മളെന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അതിലേക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ചൂലും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും പിന്നെ ഞാൻ ഓനെടുത്തിട്ട് തൊട്ടിലിട്ട്, കാരണം പൊടിയല്ലേ, അല്ലെങ്കിലേ വയ്യാത്തതാണ്. അപ്പോൾ ഇനി പൊടിയും കൂടെ അടിച്ചിട്ട് വയ്യാതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തൊട്ടിൽ കിടത്തിക്കുകയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു ബുക്കൊക്കെ കൊടുത്തിട്ട് കിടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്നോളും. തൊട്ടിൽ ആടാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ റൂം ഞാൻ ഇങ്ങനെ ഓരോ ഭാഗം ഓരോരോ ദിവസമായിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യലുള്ളത്. മൊത്തത്തിൽ നമ്മൾ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പണി ഭയങ്കര ലോഡായ പോലെ ഉണ്ടാവും. പിന്നെ അത്ര പെട്ടെന്നൊന്നും കഴിയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമാവും. അപ്പോൾ ഞാൻ അൽമാര ഒരു ദിവസം വൃത്തിയാക്കും, പിന്നെ ബെഡിൻ്റെ അടി ഇന്ന് വൃത്തിയാക്കി, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മെല്ലെ മെല്ലെ കുറച്ച് കേട്ടോ ചെയ്യലുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നോയിനെ കുളിപ്പിക്കാനുണ്ട്. അപ്പം വെള്ളമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കിടന്നുറങ്ങും കേട്ടോ ആള്. ഒരു 10-30 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് ആട്ടി കൊടുക്കണം, എന്നാലേ ഓൻ്റെ ഉറക്കം മുറുകുള്ളൂ. അങ്ങനെ ഓൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുറേ പണിയുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കണം, തുടയ്ക്കാനും ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയിട്ടോ, കാരണം പെട്ടെന്ന് തന്നെ പണി തീർക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ സ്പീഡിൽ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ലപോലെ വൃത്തിയാക്കി തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പം പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. ഇത് നമ്മളെ മെയിൻ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പാത്രങ്ങളുണ്ടല്ലോ, അതാണ്. എത്ര കഴുകിയാലും തീരൂല. ഇവിടെ അമ്മ എപ്പോഴും പറയും, നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും കഴിക്കും 4 സിങ്ക് ഇങ്ങനെ നിറഞ്ഞു വരികയാണെന്ന്. പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടേനു. ഇത് വെണ്ടയ്ക്കാണ് കേട്ടോ. ഇന്ന് വെണ്ടക്കുപ്പേരിയാണുള്ളത്. വെണ്ടയ്ക്കയിൽ നമ്മൾ ഉള്ളിയും കൂടെ ഇട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കൽ, നല്ല ടേസ്റ്റാണ്. പിന്നെ മീനൊക്കെ അത് അവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. ചോറ് റെഡി ആയിട്ടുണ്ട്, കറി റെഡി ആയിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഉപ്പേരിൻ്റെ പണിയും കൂടെ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ വേഗം തന്നെ ഫ്രഷ് ആയിട്ട് പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ചോറുന്നാൻ വേണ്ടിയിട്ട് വരാം. അപ്പോൾ ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ കടുക് പൊട്ടിച്ചിട്ട് ഇതെല്ലാം കൂടെ അതിൽക്കിടുക. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരി റെഡിയായി. ആദ്യം ഈ ഉള്ളി ഒന്നിങ്ങനെ വേവിച്ചിട്ട് പിന്നെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ 2 രീതിക്ക് ഉണ്ടാക്കലുണ്ട്. അങ്ങനെ അതെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നോ എണീറ്റപ്പം ഞാൻ ഓനാട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഓനെ മേലെ തന്നെയാണ് കിടത്തലുള്ളത്. ഞാൻ താഴത്തേക്ക് പോകുന്ന സമയത്ത് റൂം തുറന്നിടും. അപ്പോൾ ഓനെ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് കേൾക്കാം. ഞാൻ കുറച്ച് സമയം ആട്ടി ഇങ്ങോട്ട് തിരിച്ചു പോരാൻ നേരത്താണ് കേട്ടോ ഓനെ കണ്ണുറന്ന് കിടക്കുന്നത് കണ്ടത്. അങ്ങനെ പിന്നെ ഞാനൊരു ബുക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബോർഡ് ബുക്കാണ്. ഇങ്ങനത്തെ ബുക്സാണ് ഇവനക്കിപ്പം കൊടുക്കലുള്ളത്. ഇപ്പം ഞാൻ ബുക്സ് വാങ്ങിയിട്ട് കുറേ ആയി. ഇതാ ഫസ്റ്റിൽ വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഓൻ്റെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമിൽ കൊണ്ടുവച്ചിന്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ്. ഇനി ഞാൻ ചോറുന്നാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ടോ. ചോറെടുത്തിട്ടുണ്ട്, പിന്നെ കറി എടുത്തിന്. കറിയിലെ മീൻ എനിക്ക് വലിയ താല്പര്യമില്ല, അപ്പം ഞാൻ അതെടുത്തില്ല കേട്ടോ. പിന്നെ നല്ല നാരങ്ങ അച്ചാറുണ്ട്, നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അങ്ങനെ ചെറിയ പാക്കറ്റിൽ വരുന്നതാണ്. അത് ഇമ്മിയും പോയപ്പം കുറേ കുഞ്ഞു പാക്കറ്റ്സ് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് എന്നും ഓരോന്നോരോന്ന് എടുക്കുന്ന പരിപാടിയാണ്. പിന്നെ രാവിലത്തെ കടലക്കറി ബാക്കിയുണ്ടെങ്കിൽ അത് ഞാനിങ്ങനെ ചോറൊക്കെ എടുക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് കടലയും കൂട്ടിയിട്ട് ചോറുന്നാൻ. പിന്നെ മീൻ പൊരിച്ചത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എനിക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അധികം ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കലുള്ളത്. ഇപ്പോഴാണെങ്കിൽ നല്ല ലൈറ്റിംഗ് ഉണ്ടാവും. പിന്നെ നോവും ഒരു സമാധാനത്തിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് ഞാൻ നോവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് പോലെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആമസോൺ ബേബി ഫൈൻസ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ നിന്ന് കുട്ടിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു സീരീസ് പോലെയാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനീസ്ക വന്നത്. അപ്പോൾ അനീസ്കക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെ നോവും കയറി നിന്നിട്ടുണ്ട്. ഓനക്ക് അനീസ്കനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പുന്നാരാണ്. മടിയിൽ ഇരിക്കണം, അനീസ്ക എപ്പോഴും എടുക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓനും കൂടെ ഇങ്ങനെ വറ്റൊക്കെ വാരി തിന്നുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2021 നിർത്തി വെച്ചിട്ടുള്ള ശീലം ഒന്ന് പുതുക്കിയെടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഇപ്രാവശ്യം ഇതേപോലത്തെ ഒരു പ്ലാനർ വന്നിരുന്നു കേട്ടോ. ഇത് ഒരു സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഫാക്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്ലാനറാണ്. അപ്പോൾ ഈ വർഷം ഞാൻ ഈ ജേർണലൊക്കെ യൂസ് ചെയ്യണം, എല്ലാം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നാണ് ഇപ്പോൾ ഞാൻ തുടങ്ങുന്നത്.
ഇപ്പോൾ ജാനുവരി ലാസ്റ്റ് ആയിട്ടുണ്ട്, എന്നാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. നമ്മൾ ലേറ്റായിട്ട് തുടങ്ങിയാലും തുടങ്ങാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇത് കുറേ വായിക്കാനുണ്ടോ, ഇങ്ങനെ ഫസ്റ്റ് പേജിലൊക്കെ നല്ലോണം നല്ല റൈറ്റിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. പിന്നെ ഇതാ ഇവിടെ ഒരു ഫോട്ടോ സ്റ്റിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് മുന്നേ ഉള്ളൊരു ഫോട്ടോ ആണ്. ഇതെനിക്ക് ഏതൊരു പേജിൽ നിന്ന് ഗിഫ്റ്റ് അയച്ചു തന്നപ്പം അതിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഗ്ലൂ ഒക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ബിച്ചു ഓൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ഗ്ലൂ ആണ്. ഇങ്ങനെ ഫോണ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓനക്ക് ഇങ്ങനെ ഫോണിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേറൊന്നും കാണാഞ്ഞപ്പോൾ അത് പോയി എടുത്തുകൊണ്ടുവന്നതാണ്. അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അതിൽ നിന്ന് എനിക്ക് ശരിക്കും എടുക്കാൻ തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്ലാനർ വാങ്ങിയ സമയത്ത് തീരെ ഞാൻ ഈ സ്റ്റിക്കേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലേന്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ എനിക്കത് കേട് വരുത്തണ്ട, നമുക്ക് വേറെ എന്തിനെങ്കിലൊക്കെ യൂസ് ആക്കാന്നുള്ള ആ ഒരു മൈൻഡാണ്. ഒക്കെ ഇങ്ങനെ ഇട്ട് വെക്കും, എന്നിട്ട് അത് അവസാനം ഒന്നും അല്ലാതായി തീരും കേട്ടോ. എൻ്റെ ഒരു മെയിൻ സ്വഭാവമാണത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ആക്കാം, ഇതിൻ്റെ കൂടെ വന്നത് ഇതിൽ തന്നെ യൂസ് ആക്കാമെന്നുള്ള അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഇപ്രാവശ്യം നല്ലോണം എടുക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റിൽ പേര് എഴുതാനുണ്ട്. അപ്പം പേരിന് മുന്നേ ഞാനിങ്ങനെ ബിസ്മി എഴുതാണ് കേട്ടോ. പണ്ടൊക്കെ നോട്ട് ബുക്സ് വാങ്ങുമ്പോഴും എന്ത് വാങ്ങിക്കഴിഞ്ഞാലും, ഇപ്പോൾ പെന്ന് വാങ്ങിക്കഴിഞ്ഞാലൊക്കെ ആദ്യം ബിസ്മി എഴുതും, എന്നിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ ആ ഒരു ഓർമ്മ ഞാൻ പുതുക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അതിന് പേരെഴുതി കൊടുക്കുകയാണ്. കുറേ കാലമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബുക്കിലൊക്കെ എഴുതിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ ആ എഴുതിയത് നല്ല രസമായിട്ടില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിന് തൃപ്തിയായിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ടോപ്പ് 5 ഗോൾസ് എഴുതി വെക്കാനുണ്ട്. അപ്പം എൻ്റെ ഈ വർഷത്തെ ഒരു ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാന്നുള്ളതാണ്. കുറേ കാലമായി ഞാനിതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം എന്താണെന്ന് അറിയില്ല, പണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ വരലുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര കുറവാണ്. എന്നാലും സാരമില്ല, അങ്ങനെ ഗ്രാജുവലി പോകുമല്ലോ. പിന്നെ ഓരോ മാസത്തെയും തിങ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പം ജൂണിലാണ് നോയിൻ്റെ ബർത്ത്ഡേ, നോയിൻ്റെ 2nd ബർത്ത്ഡേ ആവും. അങ്ങനെ അത് ഞാനൊന്നിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങളെക്കാളും കൂടുതൽ നോയിൻ്റെ കാര്യങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ വരിക. അപ്പം ഞാൻ ജൂണിൽ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ, എൻ്റെ ബർത്ത്ഡേ ഒന്നും ഞാൻ എഴുതിയിട്ടേ ഇല്ല. പിന്നെ എല്ലാത്തിലും ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് സ്റ്റിക്കർ എടുക്കണ്ട, അത് കേടുവരുത്തണ്ട എന്നുള്ളത്. പക്ഷേ ഞാൻ ഫോഴ്സ്ഫുള്ളി ചെയ്യാണ് കേട്ടോ. ഞാനിങ്ങനെ സ്റ്റിക്കറൊക്കെ കിട്ടുമ്പോൾ കളക്ട് ചെയ്ത് വെക്കലുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇനിയിപ്പം ഞാൻ എപ്പോഴെങ്കിലും സ്കൂളിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം കുട്ടികളുടെ ബുക്കിൽ ഇങ്ങനെ അവരുടെ നോട്ട് ബുക്സ് കറക്ഷൻ ചെയ്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് പണ്ട് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ സ്റ്റിക്കറും സ്റ്റാർസൊക്കെ ഇട്ട് വരുമ്പം നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു ആ ഒരു ടീച്ചറിൻ്റെ നോട്ട് എഴുതാനൊക്കെ. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് കുട്ടികൾക്കും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ച് ഇപ്പം വലിയൊരു സ്റ്റിക്കർ കളക്ഷൻ തന്നെ ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഇതാ ഇവിടെ നമുക്കുള്ള ഗോൾസ് എഴുതാണ് കേട്ടോ, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാന്. അപ്പം ഞാൻ ഹെൽത്ത് വൈസ് എഴുതിയിട്ടുള്ളത് വെയിറ്റ് കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും പിന്നെ എന്താ പറയുക ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ മൈൻഡിൻ്റെ കാര്യത്തിലും ഞാനങ്ങനെ കുറച്ച് എഴുതി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ മനസ്സിൽ സ്റ്റിക്ക് ഓൺ ആവുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആവണമെന്ന് എഴുതി വെക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ വർക്ക് എന്ന് പറയുന്നത് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയാണ് മെയിനായിട്ട്. അപ്പം അതിൽ കുറച്ചും കൂടെ ലൈവായിട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഷോർട്സ് ഇടാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഷോർട്സും കുറച്ചും കൂടെ ഇടണം എന്നുള്ളൊരാഗ്രഹമുണ്ട്, അതും എഴുതി വെച്ചിന്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ഗോൾസും അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ, റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. പിന്നെ ഞാനിങ്ങനെ ഓരോ ഭാഗത്തേക്കും ഒരു 1-2 സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറേ ഫില്ല് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് എല്ലാം കൂടെ നമ്മൾ ഒറ്റയടിക്കന്നെ ഇങ്ങനെ ഇരുന്ന് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെ. അപ്പം കുറച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിന്. ഒരു പ്രത്യേക സ്വഭാവമാണ് തോന്നുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. പിന്നെ ഞാനിതാ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാനുള്ള വീഡിയോസാണ് കേട്ടോ ഇത്. ഇത്രയും വീഡിയോസ് എൻ്റെ അടുത്ത് എടുത്ത് വെച്ച് തന്നെ ഉണ്ട്. അത് എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കുറേ ഷോർട്സും പിന്നെ ഇൻസ്റ്റഗ്രാമിലേക്കുള്ള റീൽസൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അതെല്ലാം കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ ഞാൻ ഇതൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേനും നോയിൻ്റെ മൂഡ് മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓൻ അതുവരെ അടുത്തിങ്ങനെ നിന്ന് കഴിക്കേനു. പിന്നെ ഞാൻ ഓനെടുത്തിട്ട് താഴത്തേക്ക് വന്ന് ഇനിയിപ്പം ഓനക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം
കഴിക്കൊന്നുമില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് ആക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു മുട്ട ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണെന്ന് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇതാ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് പാലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ള തൈര് യോഗട്ടാണ് കേട്ടോ, മറ്റേ മിൽക്കി മിസ്റ്റിൻ്റെ യോഗട്ട് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. യോഗട്ട് പിന്നെ അങ്ങനെ തന്നെ കഴിക്കും, അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അത് സ്റ്റോക്ക് വെക്കലുണ്ട്. എന്നിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലൊരു ഇത്തിരി നെയ്യ് തടവിയിട്ട് പിന്നെ ഒരു ബ്രെഡിൻ്റെ പീസ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഈ മുട്ടൻ്റെ മിക്സിയിൽ മുക്കിയാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പനങ്കൽക്കണ്ടോ ശർക്കരയോ ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരൊറ്റ സ്ലൈസെങ്കിലും ഓൻ തിന്നാൽ മതിയനല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ നല്ലപോലെ ആക്കുന്നുണ്ട്. കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് മുട്ടൻ്റെ മിക്സൊക്കെ അതിൻ്റെ മേലെ കൂടുതൽ വെച്ച് കൊടുത്തേനു കേട്ടോ. ബാക്കിയുള്ള ആ മുട്ടൻ്റെ മിക്സിൽ ഞാൻ ഒരു പീസ് ബ്രെഡ് ഇട്ട് കൊടുത്തതേനു. ആ ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞുപോയി. അപ്പോൾ അതും നല്ലപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത് ഓനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് മുഴുവൻ കഴിച്ചിട്ടില്ലെങ്കിലും ഓൻ്റെ വയ്യാലെ നടന്നിട്ട് കുറച്ചൊക്കെ ഞാൻ ഉള്ളിലാക്കിയിട്ടുണ്ട് ഇനി. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം പിന്നെ ഓൻ്റെ മൂടൊക്കെ മാറിക്കഴിഞ്ഞപ്പം പിന്നെ നോയിനോർക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്